അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ടീമിന്റെ പുതിയ നായകനായി ശ്രേയസ് അയ്യരെയും പ്രഖ്യാപിച്ചേക്കും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. അനിലിൻ്റെ ഒരു സമയം വരികയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയാ പരിപാടികൾ? ഈ പറഞ്ഞതുപോലെ തന്നെ ലോകകപ്പ് അങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി ഒരു 5 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ 24 തുടങ്ങിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ഈ ലോകകപ്പ് വിശേഷങ്ങളും ഒക്കെ തന്നെ അതിലേക്ക് കിടന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റ് പരമ്പര, അതിൽ ഏക ടെസ്റ്റാണ്, അത് നടക്കുന്നുണ്ട്. 2020 ലോകകപ്പ് വരുന്നുണ്ട് വനിതകളുടെ. അങ്ങനെ ഈ ഒരു മാസക്കാലം ഫ്രഞ്ച് ഓപ്പണിൻ്റെ ഫൈനൽസും നടക്കാനിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം ഒരു കളർഫുൾ ഡേയ്സ് ആണ്, അല്ലെങ്കിൽ കായിക ലോകത്തൊരു ബിസി ഷെഡ്യൂളാണെന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകകപ്പ് തന്നെയാണ്. ലോകകപ്പിൻ്റെ എല്ലാ വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് ഒരു കുറവും പോലും ഇല്ലാതെ എത്തിക്കാൻ നമ്മുടെ ടീം അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ പേരടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ തന്നെ നമ്മൾ പ്രഖ്യാപിക്കും ഉള്ളതാണ്. ഇനി ഇന്നത്തെ ഈ വാർത്തയിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഈ അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായുള്ള പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ 2020 ടീമിനെ പ്രഖ്യാപിക്കുകയാണ്. ടീമിനെ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്ത് അതിൽ ഏറ്റവും ശ്രദ്ധ വരുന്നത് പുതിയ ക്യാപ്റ്റനായി ഒരു ശ്രേയസ് അയ്യർ എത്തുമോ എന്നുള്ളത് തന്നെയാണ്. നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ മാറ്റിക്കൊണ്ടായിരിക്കും ആ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ. സൂര്യകുമാർ യാദവിൻ്റെ മോശം ഫോമിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്തും അതുപോലെ തന്നെ ടീമിൽ നിന്നും മാറ്റുന്ന അതേ പൊസിഷനിൽ കളിക്കുന്ന ശ്രേയസ് അയ്യരെ 4-ാം നമ്പറിലേക്ക് കൊണ്ടുവരികയും ഒപ്പം തന്നെ ക്യാപ്റ്റൻ്റെ ചുമതല കൂടി ഏൽപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സഞ്ജു സാംസണും സാധ്യതകളിലുണ്ടായിരുന്നു. ഗൗതം ഗംഭീർ അദ്ദേഹത്തിനായി വാദിച്ചതാണ്. പക്ഷേ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുടെ തീരുമാനമാണ് സഞ്ജുവിന് തിരിച്ചടിയായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ടീം സെലക്ഷനിലേക്ക് ഉറ്റുനോക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സീനിയർ ടീമിലേക്ക് വരുമോ എന്നത് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റു മാറ്റങ്ങളൊന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. രജത് പാട്ടീദാറിനൊക്കെ സാധ്യതകൾ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ സംശയമാണ്. പക്ഷേ വൈഭവ് സൂര്യവംശി വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ ക്യാപ്റ്റൻ, പുതിയ ക്യാപ്റ്റനൊപ്പം തന്നെ ഏറ്റവും വലിയ വാർത്തയായി അതും കൂടി മാറും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.